ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ് ഞങ്ങൾ. പോകുന്ന വഴിയിൽ ലിഫ്റ്റിൽ കണക്കുകളൊക്കെ തെറ്റിക്കുന്ന ഒരു കുട്ടിച്ചാത്തനുണ്ട്. നമുക്ക് നോക്കിയാലോ. ഞങ്ങളിതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ 15ാമത്തെ നിലയിലേക്കാണ് പോകുന്നത്. ഡോറ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഓരോ ഫ്ലോറിലും എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ടൈപ്പ് 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഇല്ല, 13 ഇല്ല. അത് കഴിഞ്ഞ് 14, 15. ഇങ്ങനെയാണ് നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെത്തുന്നത്. അപ്പോൾ ഈ 13ാമത്തെ ഫ്ലോർ എവിടെ പോയി? ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കൂ. 12 കഴിഞ്ഞാൽ ഉടൻ 14ലേക്കാണ് ചാടുന്നത്. 13ാമത്തെ ഫ്ലോർ ഇല്ല. 15ൽ ചെന്ന് ഇത് നിൽക്കുന്നു. 15. ഈ ബിൽഡിങ്ങിലെ 13ാമത്തെ ഫ്ലോർ കാണാൻ വേണ്ടിയിട്ട് നമ്മളിനി ലിഫ്റ്റ് വഴി 14ൽ ഇറങ്ങിയിട്ട് 13ാമത്തെ ഫ്ലോറിലേക്ക് സ്റ്റെയർ വഴി ഇറങ്ങി നോക്കുകയാണ്. അപ്പോൾ 13ാമത്തെ ഫ്ലോർ അവിടെ ഉണ്ടോ ഇല്ലേ, എന്താണ് സംഭവം എന്ന് നോക്കാം. 14, 14. നമ്മൾ 14ാമത്തെ ഫ്ലോറിൽ ഇറങ്ങി. 14ാമത്തെ ഫ്ലോറിൻ്റേതായി ഡോറിൽ എഴുതിയിട്ടുണ്ടാവും 14ാമത്തെ ഫ്ലോറിൽ C4 ആണ് ഈ റൂം നമ്പർ, 14C4. ഇനി നമ്മൾ നേരെ താഴേക്ക് ഇറങ്ങുകയാണ് സ്റ്റേഴ്സ് വഴി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും എത്തേണ്ടത് 13ാമത്തെ ഫ്ലോറിലാണ്. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഈ റൂമിൻ്റെ ഡോറിൽ നോക്കൂ, നമ്പർ 12C4 ആണ്. 13C4 അല്ല, പകരം 12 ആണ്. എന്തുകൊണ്ടാണ് 14ൽ നിന്ന് താഴേക്ക് വരുമ്പോൾ 13ന് പകരം 12ലേക്ക് എത്തിയത് എങ്ങനെയാണ്? അല്ലെങ്കിൽ 12ൽ നിന്ന് മേലേക്ക് കയറുമ്പോൾ 13 ഇല്ലാതെ 14ലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളുകൾക്ക് 1 മുതൽ 15 വരെ കൃത്യമായിട്ട് എണ്ണാൻ അറിയില്ല അല്ലേ? പക്ഷേ ഇതൊന്നുമല്ല ഇതിൻ്റെ പിന്നിലുള്ള വാസ്തവം. ലോകത്ത് ഒരുപാട് ഇതുപോലെയുള്ള വലിയ വലിയ കെട്ടിടങ്ങൾക്ക് 13ാമത്തെ നില ഇല്ല. അതിൻ്റെ കാരണം അവർക്ക് 13 എന്ന നമ്പർ അൺലക്കിയാണ് എന്നതുകൊണ്ടാണ്. പല വിശ്വാസങ്ങൾ പ്രകാരം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം 13 എന്ന നമ്പർ അൺലക്കിയാണ്. ഇത് വെസ്റ്റേൺ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ വിശ്വാസം ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ കൾച്ചറിലും പലയിടങ്ങളിലും പല ബിൽഡിങ്ങുകൾക്കും 13ാമത്തെ നിലയില്ല. അതുപോലെ തന്നെ പല ഹോട്ടലുകളിലും 13ാമത്തെ റൂമുകളില്ല. ചിലയിടങ്ങളിൽ 13ാമത്തെ നമ്പർ സീറ്റുകളില്ല. ഇങ്ങനെ 13 എന്ന നമ്പർ പൊതുവെ അൺലക്കി ആയിട്ട് കരുതപ്പെടുന്നത് കൊണ്ടാണ് 13ാമത്തെ ഫ്ലോറോ സീറ്റോ റൂമോ ഒന്നും ഇല്ലാത്തത്. ചില ആളുകൾ 13 പേരുള്ള ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കില്ല. 14ാമത്തെ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ 12 പേരാണെങ്കിൽ മാത്രമേ ഇരിക്കുള്ളൂ. ചിലർ 13 പേജ് എഴുതി തീർന്നു കഴിഞ്ഞാൽ അവിടെ നിർത്തില്ല. 14ാമത്തെ പേജ് കൂടെ എഴുതി തീർത്തതിന് ശേഷം മാത്രമേ നിർത്തുള്ളൂ. ഇങ്ങനെ 13 എന്ന നമ്പറിനോടുള്ള ഭയത്തെ ട്രിസ്കെഡക്കാഫോബിയ എന്നാണ് വിളിക്കുന്നത്. ഈ ട്രിസ്കെഡക്കാഫോബിയ പ്രധാനമായിട്ടും പാശ്ചാത്യ രാജ്യങ്ങളിലാണ് കണ്ടുവരുന്നത്. യേശു ക്രിസ്തു അദ്ദേഹത്തിൻ്റെ 12 അനുയായികളുടെ കൂടെയാണ് അവസാനത്തെ അത്താഴം കഴിച്ചത്. യേശു ക്രിസ്തുവിനെയും കൂടെ ചേർത്തിട്ട് 13 പേരായിരുന്നു അവസാനത്തെ അത്താഴത്തിന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് 13 ഒരു ഭാഗ്യം കെട്ട നമ്പറാണ് എന്നാണ് പൊതുവെ അവർ വിശ്വസിക്കുന്നത്. അതിപ്പോൾ ഒരുപാട് ബിൽഡിങ്ങുകളിൽ ഇതുപോലെ 13ാമത്തെ നമ്പർ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു ബിൽഡിങ്ങിലും 13ാമത്തെ ഫ്ലോർ ഒഴിവാക്കിയിട്ടുള്ളത്. ഇതൊരു സൂപ്പർസ്റ്റിഷൻ മാത്രമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലൊരു നമ്പർ കാണുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജീവിയെ കാണുമ്പോഴോ ഒക്കെ ഇന്നത്തെ എൻ്റെ ദിവസം പോയി, അല്ലെങ്കിൽ ഇന്നത്തെ ലൈഫ് പോയി, ഈ ഒരു കാര്യത്തിൽ ഞാൻ പരാജയപ്പെടും എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, പെട്ടെന്ന് ഭയമോ ആങ്സൈറ്റിയോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനെ പോയി കാണുക. അദ്ദേഹത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റും.